ആദ്യം ഞാൻ പറഞ്ഞ കാര്യം കേക്കാട്ടോ. സർജറി കഴിഞ്ഞ് ഞാനിപ്പോ വീട്ടിലാണ്, റെസ്റ്റിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ പ്രൂഫ് കാണിക്കാം. അപ്പൊ ആ കുട്ടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ഒരു നോണയല്ല പറയുന്നത്, വേണമെങ്കിൽ എനിക്ക് ഇവിടെ നോണ പറയാം, പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ് പറഞ്ഞത്. ആ കുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ പുറത്താണ്, എനിക്ക് കാണണ്ടാണ്. അത് പറഞ്ഞത് തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞതാണ്, ആ കുട്ടി എന്നോട് പറഞ്ഞു പുറത്താണ് എനിക്ക് കാണണ്ടാന്ന്. ഇനി ഈ പറഞ്ഞ കുട്ടി പറയുന്ന ഒരു വീഡിയോ കാണിച്ചു കേട്ടോ. നിന്നോട് എപ്പോഴാണ് ഞാൻ പറഞ്ഞത്? അതാണ് എനിക്ക് ഇപ്പൊ നീ അടിച്ച ഈ ഡയലോഗ് എനിക്ക് തിരിച്ചു ചോദിക്കുന്നത്. എടേ, ഞാൻ വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഹലോ ചങ്ങായിമാർ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യൂവർഷിപ്പ് ഉള്ള ഒരു കണ്ടന്റ് ആണ് ഹെലൻ സ്പാർട്ടയും അതേപോലെ തന്നെ ജാസിയും തമ്മിലുള്ള വിഷയം. പ്രത്യേകിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഈ പറയുന്ന ജാസിയുടെ ഓപ്പറേഷൻ കഴിയുന്നു, ഹെലൻ ആ വിഷയത്തിൽ വീഡിയോ ചെയ്യുന്നു, ജാസി തുറന്ന് കാണിക്കുന്നു, ഹെലൻ അത് കണ്ട് ഞെട്ടുന്നു, ഹെലൻ അതിനുശേഷം വിമർശിച്ച് വീഡിയോ ചെയ്യുന്നു. ഹെലന്റെ വീഡിയോ വന്നതിന് ശേഷം ജാസി വീണ്ടും ആ വിഷയത്തിൽ വിമർശിക്കുന്നു, അതിന് മറുപടിയായിട്ട് ഹെലൻ വീണ്ടും വീഡിയോ ചെയ്യുന്നു. ഇത് കാണുന്ന മറ്റുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആ വിഷയം എടുത്ത് സംസാരിക്കുന്നു. എല്ലാവർക്കും വ്യൂവർഷിപ്പ്, എല്ലാവർക്കും അരിപടിക്കാനുള്ള കാശ് യൂട്യൂബിന്റെ ഓണർ കൊടുക്കുന്നു. ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടി വന്ന് കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു വിഷയം. തുറന്നു പറയുകയാണെങ്കിൽ ഒരു സിമ്പിൾ ഒരു വിഷയമായിരുന്നു ഇത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന ജാസിയുടെ ഈ ഓപ്പറേഷനോട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ട്, ഹെലനും അതിൽ വിമർശിക്കുന്നു. ജാസി എന്ത് ചെയ്ത് ഹെലന് ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ജാസി ഒരു വീഡിയോ ഈ വിഷയത്തിൽ ചെയ്തപ്പോൾ അതിൽ ഹെലൻ ഇങ്ങനെ എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ചു. ഞാൻ ഒരാൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അയാൾക്ക് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. എന്നാൽ ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തിട്ടും ആ വ്യക്തി ഒന്നും വിശ്വസിക്കാതെ വീണ്ടും ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യുന്നു. എന്നാൽ ജാസി ആദ്യം ചെയ്ത വിഷയത്തിൽ പറയുന്നത് ഇതിനോട് കുരുപൊട്ടിയിട്ടാണ് ഹെലൻ സത്യം പറഞ്ഞാൽ വീണ്ടും ഒരു വളരെ വിമർശിച്ചിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നു. ജാസി പിന്നീട് അതിനെ ഒന്നും മിണ്ടുന്നില്ല. ഹെലൻ വീണ്ടും വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ ജാസി വിമർശിച്ചു ഇതിനും റിയാക്ട് ആയിട്ടും ജാസി വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നു, ഹെലൻ വീണ്ടും ചെയ്യുന്നു. അതേപോലെ തന്നെ അതിൽ ഈ പറഞ്ഞ ജാൻമണി വന്ന് പെടുന്നു, ആ വിഷയത്തിലും ഹെലൻ ഒരു വീഡിയോ ചെയ്യുന്നു. പിന്നീട് ജാസി ഇപ്പോൾ ഒരു വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യുന്നു, ഹെലൻ വീണ്ടും വീഡിയോ ചെയ്യുന്നു. എന്നുവെച്ചാൽ ഹെലനും ജാസിയും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരിയാണ്, അവരുടെ വിഷയമാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയ കൂടി പറഞ്ഞു തീർക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഒരുപാട് പേര് അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാനും അതിലൊരാളാണ്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ള ഈ വിഷയത്തിൽ. ഇവരുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കൊടുക്കൽ വാങ്ങൽ. എന്നാലും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ എനിക്ക് താല്പര്യം തോന്നിയില്ല എന്നാണ് സത്യം പറഞ്ഞാൽ കാര്യം. അങ്ങനത്തെ ഒരു വിഷയമായിട്ട് എടുത്തിട്ടുള്ളൂ. ഞാൻ മറ്റുള്ള വിഷയങ്ങളൊക്കെ നോക്കുന്നുണ്ട്, ആ വിഷയത്തിൻ്റെ ഇടയിൽ ഈ വിഷയം കണ്ടു പോകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് നമ്മളെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അതിനിടയിൽ വന്നൊരു ചർച്ചയിൽ ഈ വിഷയം സത്യം പറഞ്ഞാൽ ഇങ്ങനെ കത്തിച്ച് നിർത്തുന്നത് ഹെലൻ സ്പാർട്ടയാണ്. കാരണം ഹെലൻ സ്പാർട്ടയ്ക്ക് ഈ വിഷയത്തിൽ നല്ല റീച്ച് ഉണ്ട്. എടുത്തു പറയണമെങ്കിൽ 1-2 മാസങ്ങൾക്ക് ശേഷം ഹെലൻ സ്പാർട്ടയ്ക്ക് നല്ല റീച്ചുള്ള ഒരു കണ്ടന്റ് ആണ് ഇത്. 4 ലക്ഷം, 3 ലക്ഷം, 1 ലക്ഷം, 2 ലക്ഷം അതിമേലോട്ട് ഇങ്ങനെ കയറി പോയിക്കൊണ്ടേയിരിക്കണം. ഈ വിഷയത്തിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഹെലൻ സ്പാർട്ടയുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ടൈറ്റിലിൽ ജാസി എന്നൊരു പേര് വരുമ്പോൾ അതിന് നല്ല റീച്ച് ഉണ്ട്. പകരം ജാസിക്ക് അത്ര റീച്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പകരം ഹെലന് നല്ല റീച്ച് ഉണ്ട്. എന്തുകൊണ്ടാണ്? ഹെലൻ തെറിവളിച്ചിട്ടാണ്, എന്നുവെച്ചാൽ നെഗറ്റീവ് ആയിട്ടാണ് ഹെലൻ അതിൽ ആ വിഷയത്തെ കാണിക്കുന്നത്, എടുത്തു വെച്ചിരിക്കുന്നത്. അറിയാലോ, ഇങ്ങനത്തെ വിഷയങ്ങളിൽ നെഗറ്റീവായിട്ട് തെറി വിളിക്കലൊക്കെ, ഒരു ലേഡി തെറി വിളിക്കുന്നത് കാണാൻ ഒരുപാട് പേരുണ്ടാവും. അത് മാസമായിക്കാവും, മരണമാസമൊക്കെ ആയി കാണിക്കുന്നുണ്ടെങ്കിൽ പോലും തെറി വിളിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ കണ്ടന്റ്. അത് കാണാനാണ് ആൾക്കാർ നിൽക്കുന്നത്. അത് ജാസി അല്ല, ഹെലൻ ഇപ്പോൾ ആരെ തെറി വിളിച്ചൊരു വീഡിയോ ചെയ്താലും നല്ല റീച്ച് ഉണ്ടാവും. അവിടെ നോക്കുന്നത് ഹെലൻ തെറി വിളിക്കുന്നു, ഒരു ലേഡി തെറി വിളിക്കുന്നു, അത് മാത്രമേ അവിടെ നോക്കുന്നുള്ളൂ. അല്ലാണ്ട് ഹെലൻ ഈ വിഷയത്തിൽ ജാസി തുണിമുക്കി കാണിച്ചു, അല്ലെ ജാസി തുറന്ന് കാണിച്ചു, അതിൽ എനിക്ക് രോഷാകലനായിട്ട് ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഹെലൻ അതൊരു മാന്യമായിട്ട് മര്യാദക്ക് പ്രിയ ഒരു സുഹൃത്ത് ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നു, ഞാൻ ചോദിച്ചിട്ടൊന്നുമല്ല, എന്നെ തുറന്ന് കാണിച്ചെന്ന്, പക്ഷെ ഞാനത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നെങ്കിൽ ഹെലൻ്റെ പഴയ വീഡിയോസ് പോലെ തന്നെ ഒരു 10K 30K ഒക്കെ നിൽക്കും. കാരണം ഹെലൻ അതിൽ പൊട്ടിത്തെറിച്ച് തെറിയൊക്കെ വിളിച്ച് വീഡിയോ ചെയ്തുകൊണ്ടാണ് ഇത്ര റീച്ച് കിട്ടിയത്. അത് ഹെലന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ വെറുതെ വേറെ ചാനലുകൾ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ശ്രദ്ധിച്ചൊരു വിഷയം എന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ മാത്രം ഹെലൻ ചെയ്ത വീഡിയോൻ്റെ റീച്ച് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതുകൊണ്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം?
ആ ഗുണങ്ങളുള്ളത് കൊണ്ട് ആള് അത് കത്തിച്ച് നിർത്തുന്നതാണെന്ന് തോന്നും. ഇപ്പൊ എന്നെ അറിയുന്ന എന്റെ സുഹൃത്തുക്കളൊക്കെ ഹെലനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ പലരും ചെയ്തേക്കുന്നത്. ഞാനിങ്ങനെ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്തെന്ന് അവർ കണ്ടത് ചിലപ്പോൾ എന്നെ ചീത്ത പറഞ്ഞേക്കാം, എന്നെ വിമർശിക്കാം, എന്നെ ഉപദേശിക്കാം. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ, ഹെലന്റെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹെലൻ ചെയ്തേക്കുന്ന വീഡിയോസിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ മനസ്സിലാവും. എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്നലെ വരെ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ജാസി കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ചെയ്ത വീഡിയോക്ക് മറുപടിയായിട്ട് ഹെലൻ കുറച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്ത് ഞാൻ അതും കാണാൻ ഇടയാണ്ടായിരുന്നു. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവുകൾ വെച്ച് സംസാരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ആദ്യം പറയാം. ആദ്യം തന്നെ പറയട്ടെ, ഹെലൻ ഈ ജാസി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ഹെലൻ ചോദിച്ചിട്ട് ഞാൻ കാണിച്ചു, ഞാൻ പറഞ്ഞിട്ടില്ല. പകരം ഹെലൻ ചോദിച്ചിട്ട് ഞാൻ കാണിച്ചു എന്ന രീതിയിൽ ഹെലൻ എന്നെ കുറെ തെറി വിളിച്ച് വീഡിയോ ചെയ്തു. എനിക്ക് തെറി വിളിക്കാൻ അറിയാണ്ടാണ്, ഞാൻ വിളിക്കാണ്ടാണ്. ജാസി ഈ പറഞ്ഞ ഹെലൻ ചോദിച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു തെളിവ് വെക്കുന്നുണ്ട്. ആ തെളിവ് ശരിയാണ്, ജാസി പറയുന്നുണ്ട്. ഞാനിങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഹെലനോട് ഞാൻ പറഞ്ഞ വീഡിയോ കോൾ ചെയ്യാൻ ഹെലൻ എന്നോട് പറഞ്ഞിരുന്നു ആ സമയത്ത് എന്തെന്ന്, ഞാൻ പുറത്താണ്. അപ്പോൾ പറഞ്ഞു വാട്സപ്പല്ലേ വീഡിയോ കോൾ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, നീ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുത്താണ്. ഹെലൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുത്താണെന്ന് ജാസി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹെലൻ നല്ല രീതിയിൽ തന്നെ മറുപടിയായിട്ട് തെളിവ് വിളിച്ചിട്ടുള്ളൊരു വോയിസ് ക്ലിപ്പാണ് ഞാൻ ആദ്യം വിട്ടേക്കുന്നത്, കാണിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ തുടക്കത്തിൽ ജാസി പറയുന്നുണ്ട് അത് ആ സെൻസിൽ എടുക്കണം, അല്ലാതെ ഈ പറഞ്ഞ ഹെലൻ പറഞ്ഞ പോലെ അല്ല. ജാസി ആ വിഷയത്തിൽ പറയുന്നത് വെച്ചാൽ ഈ വിഷയത്തിൽ ഒരുപാട് പേര് എന്താണ് ഓപ്പറേഷൻ ചെയ്തത്, എവിടെയാണ് ഓപ്പറേഷൻ ചെയ്തതെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ആ തരം പറഞ്ഞ് നിർത്തിയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്ക്കുള്ള ഒരു സെലിബ്രിറ്റിക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും അവരെനിക്കെതിരെ വീഡിയോ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് ഈ ഹെലൻ എന്നോട് ചോദിച്ചിട്ട് ഞാൻ ഈ 1 മില്യൺ ഫോളോവേഴ്സുള്ള അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സുള്ള ഹെലൻ എന്നോട് ചോദിച്ച് ഞാൻ കാണിച്ചു കൊടുത്തിട്ടും ഇതൊന്നും വിശ്വസിക്കാതെ വീഡിയോ ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഞാനൊരു സെലിബ്രിറ്റി 1 മില്യൺ ഉള്ള ഒരാൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഓക്കെ, എന്നിട്ടും വിശ്വസിക്കാതെ വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അത് ജാസി പറഞ്ഞത്. ഞാൻ ജാസി വെളുപ്പിക്കാനല്ല ജാസി പറഞ്ഞത്. പക്ഷെ രണ്ടാമത് ഹെലന്റെ വീഡിയോ വന്നതിന് ശേഷം ജാസി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹെലൻ ചോദിച്ചിട്ടല്ല ഞാൻ കാണിച്ചു കൊടുത്തത്, വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുത്താണ്. പക്ഷെ ഹെലൻ നിർത്തിയിട്ടില്ല, ഹെലൻ പൊട്ടിത്തെറിച്ച്. കാരണം എന്താണ്, ഹെലൻ നല്ല റീച്ച് ഉള്ളതാണ് ഈ വിഷയത്തിൽ. റീച്ച് നോക്കാം. ഇപ്പൊ ഇതിനു മുമ്പ് ഹെലന് കുറച്ചെങ്കിലും ഒരു റീച്ച്, കുറച്ച് നാളുകൾക്ക് 2-3 ആഴ്ചകൾക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ ആകെ റീച്ച് കിട്ടിയേക്കണമെന്ന് വെച്ചാൽ ഫസ്മിന, നമ്മുടെ തൊപ്പിയുടെ ഫസ്റ്റ് എക്സ് ലവറായിരുന്ന ഫസ്മിനയുടെ വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടാണ് എന്തെങ്കിലും ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഒരു 87K ഉണ്ടായി. പിന്നീടൊക്കെ ഈ പറഞ്ഞ നിസ്സാരം വന്നിട്ടുണ്ടായിരുന്നു ഹെലന്. പിന്നീട് ഒരു തിരിയെങ്കിലും കയറിയേക്കണതും ഇതേപോലെ തന്നെ സാധ്യത വീണ്ടും അതിലൊന്നും കയറിയിട്ടില്ല. പിന്നെ മണവാളിൻ്റെ ഉടായ്പ അതിൽ ഈ 6K കയറിയിട്ട് ഫസ്മിന സാക്കിറിന്റെ വിഷയം രണ്ടാമത് ചെയ്തപ്പോൾ അതിൽ ഒരു 81K കയറിയിട്ടുണ്ട്. പിന്നെ ഫസ്മിനാനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതിൽ ഒരു 69K കയറിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഈ പറഞ്ഞ പ്രസവം ഒരു വിൽപ്പന അതിലൊന്നും കയറിയിട്ടില്ല. അത് തന്നെയാണ് ഇപ്പൊ തന്നെ പറഞ്ഞത്. വീണ്ടും ചില ദുരന്തങ്ങൾ അതിലൊന്നും കയറിയിട്ടില്ല, 7K ഒക്കെ ഉള്ളൂ. പിന്നെ ഹനാൻ ഷായുടെ ഒരു 32K കയറിയിട്ട്, അങ്ങനെ അതിലും മതം അതിലൊരു 11 കയറിയിട്ട്. യൂട്യൂബ് അഗൈൻ സേവ്ഡ് സവാദ് അതിലൊരു 14 കയറി. സവാദ് വീണ്ടും ഈ ബസ്സിൽ കയറിയ വിഷയത്തിൽ വീഡിയോ 14K കയറിയിട്ടുള്ളൂ. ഇനി ഇവനൊന്നും ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഹെലന്റെ ഹസ്ബൻഡിന്റെ ഒരു വിഷയത്തിൽ ഫോൺ നമ്പർ ഇത് നോക്കിയിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചെക്കനെ നിർത്തിയിട്ട് അവനെ പിടിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ, അതിലൊരു 91K കയറിയിട്ടുണ്ട്. പിന്നെ ഒന്നിലും തന്നെ കയറിയിട്ടില്ല. ജാസിയുടെ ഗർഭം എന്നും പറഞ്ഞിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ടായി, അത് 30K അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ജാസിയുടെ സർജറിയുടെ സത്യാവസ്ഥ അതിലൊരു 2,35,000 പേര് കണ്ടിട്ടുണ്ട്, അഥവാ 235K കയറിയുണ്ട് 3 വീക്ക് മുമ്പ്. ജാസിയുടെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിൽ 1,00,000-ഓളം 1.5K കയറിയുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ കാസർഗോഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ നമ്മുടെ കാതർക്കരപ്പൊടി ആയിരിക്കണം, അതിനാകെ 16K കയറിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ വേടന്റെ ഒരു വിഷയത്തിൽ ഒരു 16K കയറിയിട്ടുണ്ട്. പിന്നെ ഈ ജാസിയുടെ വിഷയത്തിൽ കുറേ കള്ളപ്പന്നി ജാസി ഈ കാണിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു വിഷയത്തിൽ, ഓക്കെ, ജാസി തുറന്ന് കാണിച്ചു എന്നും പറഞ്ഞിട്ട് ഹെലൻ ചെയ്തൊരു വിഷയത്തിൽ 4,00,000-ഓളം കയറിയുണ്ട്. ജാസിയുടെ പുതിയ മൂട് താങ്ങി എന്ന് പറഞ്ഞതിൽ ഒരു 2,89,000K എന്ന് വെച്ചാൽ 2,89,000K ആൾക്കാർ കയറിയുണ്ട്. പിന്നെ അവിടുന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കണ്ടത് ഇതാണ്, ഞാനന്ന് കണ്ടത് ഇതാണ്, ജാസി പറഞ്ഞതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണത്തിൽ 7,12,000 പേര് കണ്ടിട്ടുണ്ട്. ജാൻമണി മാപ്പ് പറഞ്ഞു ജാസിയുടെ പുതിയ തട്ടിപ്പ് എന്നും പറഞ്ഞിട്ട് 3,00,000. ഇന്നലെ ചെയ്തതിൽ ജാസി എനിക്കെതിരെ കേസ് കൊടുത്തു എന്നും പറഞ്ഞിട്ട് 3,38,000 പേര് കണ്ടത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തതിൽ വെച്ച് നോക്കിയാൽ ഹെലന് നല്ല രീതിയിൽ റീച്ച് ഈ വീഡിയോകളിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹെലൻ വീണ്ടും ഈ വിഷയത്തിൽ ഇപ്പൊ ജാസി പറഞ്ഞല്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് ചെയ്യാം, കാരണം നല്ല കണ്ടന്റാണ്, ആൾക്കാർ കാണാനുണ്ട്. മനസ്സിലായില്ലേ? ഇത് ഇത്രേ ഉള്ളൂ, ഒരു ചെറിയൊരു വിഷയം കണ്ടന്റുമായിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടി വലുതാക്കി അത് ഒരുപാട് പേരെടുത്ത് വീഡിയോ ചെയ്ത് എല്ലാവർക്കും ഇതുണ്ട് കേട്ടോ, വ്യൂവർഷിപ്പ് ഉണ്ട്. പക്ഷെ എൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല.
സത്യം പറഞ്ഞാൽ 2 ബാക്കി തീരേണ്ട ഒരു വിഷയത്തെ ഇത്രയും വലിച്ചു നീട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞത് അന്ന് ഈ പറഞ്ഞ ജാസി ചെയ്ത ഒരു വിഷയം, ഹെൽയുടെ പേര് പോലും പറയാണ്ട് ചെയ്തൊരു വിഷയമാണ്. അത് കണ്ടില്ല എന്ന് വെച്ചാൽ തന്നെ ഈ ഒരു ചർച്ച ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഈ പറഞ്ഞ ജാസി കേസ് കൊടുത്തു ഈ കേസൊന്നും ഉണ്ടാവില്ലായിരുന്നു. അത് ഈ കയറി ഹെലൻ കയറി പിടിച്ചു. ആ വിഷയം ഇന്ന് ഇവിടെ വരെ എത്തി. ഹെൽന് ലാഭം ഉണ്ടാ ഈ മാസത്തെ നല്ല രീതിയിൽ എമൗണ്ട് നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അരി മേടിക്കാനുള്ള എമൗണ്ട്, അരി ചാക്കിനിറക്കാനുള്ള എമൗണ്ട് എന്തായാലും യൂട്യൂബ് അച്ചായം കൊടുക്കും. എന്തായാലും കണ്ടന്റുകൾ നീണാൽ വാഴട്ടെ, ഇങ്ങനെ ഓരോ കണ്ടന്റുകൾ ഉണ്ടാക്കും. ഓക്കെ ബൈ.